നമസ്കാരം. അങ്ങനെ അവസാനം നാളെ 15 ഫെബ്രുവരി രാവിലെ 9:30 ഭ്രമയുഗം കാണാൻ പോവുകയാണ്. നാളെയാണ് ഭ്രമയുഗം റിലീസ് ഉള്ളത്. ഓക്കെ, ഭ്രമയുഗം ദി ഏജ് ഓഫ് മാഡ്നസ്. ഞാൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് പോയി കാണുന്നു. മുൻവിധികളില്ല. ഓക്കെ, ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞു, മമ്മൂക്ക വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത് മുൻവിധി എന്നുള്ള വേർഡ് മമ്മൂക്ക ഉപയോഗിച്ച് നമ്മൾ ഒരു ഭയങ്കര ഒരു ക്ലീൻ പേപ്പറായിട്ട് പോയി കാണണം. മനസ്സ് വളരെ ക്ലീൻ ആക്കിയിട്ട് എന്താണ് ഈ കഥ, അല്ലെങ്കിൽ ഇത് ഇത് എന്തിനെക്കുറിച്ചൊരു മൂവിയാണെന്നുള്ള ആ ഒരു സംഗതി ആകാംക്ഷ കളഞ്ഞിട്ട്, ആകാംക്ഷയല്ല, ഒരുപാട് പിക്ചറും കാര്യങ്ങളൊക്കെ ട്രെയിലറിനും ന്യൂസ് വന്നതിനൊക്കെ ഒരുപാട് പേര് കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. ഈ കഥകളൊക്കെ മായ്ച്ച് കളഞ്ഞ് ഒരു ക്ലീൻ സ്ലേറ്റ്, ഒരു ക്ലീൻ പേപ്പറായിട്ട് പോയി കാണണം എന്നാണ് നമുക്ക് പ്രസ് മീറ്റിലും പറഞ്ഞിട്ടുള്ളത്. ഞാനും അതുപോലെ തന്നെ പോകുന്നത്. പക്ഷേ എന്നാലും ഈ ഒരു മൂവി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്പെക്കുലേഷൻസും കാര്യങ്ങളൊക്കെ വന്നു. അതായത് പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ പേര് അല്ലേ, കുഞ്ചമൺ പോറ്റി അല്ലെങ്കിൽ പുഞ്ചമൺ പോറ്റി. ഞാനതിനെക്കുറിച്ചൊരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിരുന്നു. ആരാണ് കുഞ്ചമൺ പോറ്റി, എന്താണ് ഈ ഒരു കുഞ്ചമൺ, അല്ലെ കുഞ്ചമൺ എന്നുള്ള ശരിക്കും പുഞ്ചമൺ എന്നാണ് തോന്നുന്നത്. കോട്ടയത്തെ ഇവിടെയുള്ളൊരു തറവാടാണ്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സി ഉണ്ടായത് ഇന്നലെ മുതലാണ് കേട്ടിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മൂവിയിൽ മമ്മൂക്കയുടെ പേര്, ഓക്കെ, ആ പേര് ആ ഒരു തറവാടിനെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ, കുഞ്ചമൺ അല്ലെങ്കിൽ പുഞ്ചമൺ. ഓക്കെ, ഇവർ പണ്ട് മുതൽ തന്നെ ഒരു മന്ത്രവാദം നടത്തി വരുന്ന ഫാമിലി ആയിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും അവർ ഹൈക്കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. ആ കേസ് ഫയൽ ചെയ്തതിൻ്റെ പേരിൽ ഇതിൻ്റെ റിലീസ് തടയും നടക്കുന്ന രീതിയിലൊക്കെ പോയിരുന്നു. ഓക്കെ, പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇത് സോൾവ് ചെയ്തിരിക്കുന്നത് കുഞ്ചമൺ എന്നുള്ള പേര് മാറ്റി, കുഞ്ചമൺ പോറ്റി എന്നുള്ള കുഞ്ചമൺ എന്നുള്ള പേര് മാറ്റിയിട്ട് ഇനി കൊടുമൺ പോറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തീർന്നിരുന്നു. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എന്താ അറിയോ, ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവർ ഈ മനക്കിലുള്ള ആൾക്കാർ കേസ് കൊടുത്തിരിക്കുന്നത് അവരുടെ ഈ കുടുംബത്തിലെ സൽപ്പേരിനെ ബാധിക്കുന്നു. കാരണം വെച്ചാൽ അവർ ആഭിചാരം ദുർമന്ത്രവാദം നടത്തുന്ന തറവാടല്ല. ഈ ഒരു പേര് ഇതുപോലെ മമ്മൂക്കയുടെ ഒരു ക്യാരക്ടറിന് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ കുടുംബത്തിന് ഇങ്ങനെ പ്രശ്നം വരുന്നുണ്ടാണല്ലോ അവർ ഈ ഹൈക്കോടതി കേസ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എൻ്റെ ഒരു ഇത് പറയട്ടെ, ഞാൻ ഇതൊന്നും ചിന്തിച്ചിരുന്നില്ല. സീരിയസ്ലി ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ കോണ്ടൻറ്റൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. പക്ഷെ അപ്പോഴൊന്നും എൻ്റെ മനസ്സിലേക്ക് പോകാത്തൊരു തോട്ടായിരുന്നു, ഇങ്ങനൊരു കുടുംബം ശരിക്കില്ലേ, അവരിങ്ങനെ മന്ത്രവാദം ചെയ്യുമായിരിക്കും, ഇതൊന്നും നമ്മൾ ചിന്തിച്ചിരുന്നില്ല അല്ലേ, ഞാൻ ചിന്തിച്ചിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ, ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി വന്നതോടുകൂടി, ഇവരിതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തതോടുകൂടി എൻ്റെ മനസ്സിലേക്ക് പോലും ആ ഒരു കുടുംബത്തിനെക്കുറിച്ചും അവരുടെ സംഭവവും കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓടി വന്നു. അതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു കേസ് കൊടുത്തത് കൊണ്ടോ കാര്യങ്ങളുണ്ടായത്. എന്തോ എനിക്കങ്ങനെ ഫീൽ. കാരണം വെച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയയാണ്, ഇന്ന് എന്ത് കാര്യങ്ങളും ഭയങ്കര സ്ട്രോങ് ആയിട്ട് എല്ലാവരും ചർച്ച ചെയ്യും, റാപ്പിഡായിട്ട് എല്ലാവരും സ്പ്രെഡ് ചെയ്തെത്തും. ഏതായാലും ഞാനൊരു ന്യൂസ് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. സിനിമയ്ക്ക് നൽകിയ CBSE സർട്ടിഫിക്കേഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഹർജിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. കുഞ്ചമൺ പോറ്റി എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് കൊടുമൺ പോറ്റി എന്നാക്കാൻ അനുമതി നൽകിയതായി CBFC കോടതിയെ അറിയിച്ചു. കോട്ടയം സ്വദേശിയും പുഞ്ചമൺ ഇല്ലത്തെ താഴ്വഴിക്കാരനുമായ PM ഗോപിയാണ് ഹർജി നൽകിയത്. പുഞ്ചമൺ കുടുംബം ദുർമന്ത്രവാദികളും ചാത്തൻ സേവക്കാരുമാണെന്ന സിനിമയിൽ ചിത്രീകരിക്കുന്നുവെന്നായിരുന്നു ഹർജിക്കാരന്റെ പരാതി. കുടുംബത്തിന്റെ സമ്മതമില്ലാതെയാണ് ഇല്ലപ്പേരും കഥാപാത്രത്തിന്റെ പേരും അണിയറ പ്രവർത്തകർ തീരുമാനിച്ചതെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. കുഞ്ചമൺ പോറ്റിയുടെ കഥയല്ല ഭ്രമയുഗമെന്ന് സംവിധായകൻ രാഹുൽ സദാശിവൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മമ്മൂട്ടിക്കു പുറമെ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ്, ഭരതൻ എന്നിവരും സുപ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നാളെ തിയേറ്ററുകളിലെത്തും. 9:30 ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്നു. ഓക്കെ, എന്താണ് എന്താ പറയുക, ഒരുപാട് പ്രതീക്ഷ ഉണ്ട് കേട്ടോ. ഓക്കെ, എന്തോ ഒരു പ്രതീക്ഷ എന്നുള്ള, ഞാൻ ഒരു ക്യൂരിയോസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ക്യൂരിയസ് ആണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ്, എനിക്കൊന്ന് 1984 ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇഫ് ഐ എം റൈറ്റ്, കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. ഓക്കെ, അതിനുശേഷം ഇപ്പോഴാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി. ഇത് അന്നത്തെ, അതായത് 17th or 18th സെഞ്ചുറി കഥ പറയുന്ന ഒരു മൂവി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എക്സൈറ്റഡാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭൂതകാലം സിനിമ ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഇതിന് ശേഷമാണ് ഞാൻ ഭൂതകാല സിനിമയുടെ ചെറിയൊരു പോർഷൻ കണ്ടത്. ആ ഒരു വീട്ടിൽ നിന്ന് രേവതിയും ഷെയ്നും കൂടി പേടിക്കുന്നത്. സീരിയസ്ലി അച്ഛനാണ് ഞാൻ ശരിക്കും പേടിച്ചു പോയി, സീരിയസ് ആയിട്ട്. അപ്പോൾ ഇന്ന് വളരെ സന്തോഷമായിട്ടും അല്ലെങ്കിൽ ഭയങ്കര ക്യൂരിയസ് ആയിട്ടാണ് പോയി കിടന്നുറങ്ങുന്നത്. നാളെ രാവിലെ 9:30 മൂവി കാണാൻ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നാളെ ഇത് കഴിയുമ്പോൾ എന്താവും അവസ്ഥ, ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ, എന്താ രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റുമോ, ഒറ്റയ്ക്ക് എനിക്ക് അങ്ങനത്തെ പ്രശ്നമുള്ള ആളാണ്. നമ്മളെല്ലാം ഒരുപാട് പേര്, നമ്മളൊരു സാധാരണക്കാരാണ്, നമ്മൾ വലിയ ഡബിൾ ചങ്കൻ ട്രിപ്പിൾ ചങ്കൻ എന്നല്ല. പക്ഷെ എന്നാലും നാളെ എന്താ സ്ഥിതി ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വിവാദവും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. പക്ഷേ വിവാദങ്ങളൊക്കെ തീർന്നാലും ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിലിപ്പോൾ എൻ്റെ ഒരു ഇത് എടുക്കുകയെന്നുണ്ടെങ്കിൽ, ആദ്യം ഞാൻ ചിന്തിക്കാത്തൊരു സംഭവം, അല്ലെങ്കിൽ ഈ പുഞ്ചമൺ എന്നൊരു തറവാട്, അവർ ആഭിചാരം അവർ നടത്തിയിരുന്നു.
ഡസൻ മാറ്റർ ടു എവറി വൺ. ഇതൊക്കെ എല്ലാവർക്കും ഒരു ഇഷ്യൂ ആണോ? അവർ എനിക്കറിയില്ല, ഇതൊന്നും ഇത് ക്രിയേറ്റ് ചെയ്ത ഒരു കോൺട്രവേഴ്സി ആണോ എന്നറിയില്ല. കാരണം എന്താ വെച്ചാൽ അറിയില്ല കേട്ടോ നമുക്ക്. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു തോട്ട് പറഞ്ഞു തന്നുള്ളൂ. കാരണം ഇങ്ങനൊരു വിവാദം മിനിയാന്ന് വരുന്നു, ഒരു കേസ് കൊടുത്തതിന് ശേഷം ഒരു ദിവസം തന്നെ ആ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റുന്നു. പേര് മാറ്റിയ ഉടനെ തന്നെ ഇത്ര പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ നടന്നു. ഒരുപക്ഷെ ചിലപ്പോൾ ഇതൊക്കെ ഉള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെൻഷൻ ഇതിൻ്റെ സിനിമയുടെ അണിയറ പ്രവർത്തകർ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഇത്രയും കാലത്തെ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്തിൽ ഫൈനൽ മൊമെൻറ്റിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരിക എന്ന് പറയുമ്പോൾ, സ്പെഷ്യലി ഇതിൻ്റെ ഡയറക്ടർ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറയുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി കേട്ടിട്ടുള്ളത്. എന്താണെന്നറിയില്ല. നാളെ 9:30 മൂവി. നമ്മൾ ഈ പടം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അതിൻ്റെ ഓണസ്റ്റ് ഒപ്പീനിയൻ, ഒരു സ്പോയിലറും ഞാൻ പറയില്ല. ട്രസ്റ്റ് മീ, നമ്മളെ ഭാഗത്തുനിന്ന് ഒരു സ്പോയിലറില്ല, കഥയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു പടം നമുക്ക് ആർക്കൊക്കെ കാണാം, ആരൊക്കെ കാണണം, ആരൊക്കെ കാണണ്ട, അതും ഞാൻ പറയുന്നില്ല. ആരൊക്കെ കാണണ്ട, സോറി ഫോർ ദാറ്റ്, അങ്ങനെയല്ല പറയുന്നത്. നമുക്ക് എന്ത് ടൈപ്പാണ്, എൻ്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ നമ്മൾ നാളെ ഈ ഒരു മൂവി കണ്ടതിന് ശേഷം പറയും. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരുപാട് എക്സൈറ്റഡ് ആണ്. മമ്മൂക്ക ആ ഒരൊറ്റ പേര്. കാരണം എന്താ വെച്ചാൽ എന്തുകൊണ്ടോ റീസെൻ്റായിട്ട് മമ്മൂക്ക ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഓരോരോ ക്യാരക്ടറാണെന്നുണ്ടെങ്കിലും അത്രയും, ആ മൂവി സെലക്ഷൻ ആണെങ്കിലും ക്യാരക്ടർ സെലക്ഷൻ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ എക്സിക്യൂഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു പ്രത്യേകതയാണ്. മമ്മൂക്കയുടെ കാര്യം ഈടായിട്ട് എല്ലാം പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ എം ടോട്ടലി വെരി മച്ച് ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദിസ് മൂവി. കാരണം എന്താ വെച്ചാൽ ഈ ഭ്രമയുഗം എന്നുള്ള മൂവി അത്രയും ലുക്കിംഗ് ഫോർവേഡ്. കാരണം വെച്ചാൽ ആ ചിരിയാണെന്നുണ്ടെങ്കിലും കണ്ണാണെന്നുണ്ടെങ്കിലും എല്ലാ സംഗതികളും നമ്മൾ ഒരുപാട് നോക്കിക്കാണുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, അർജുൻ അശോകൻ്റെ ഒരു ക്യാരക്ടർ അതിലുള്ള വീഡിയോസിലും പറഞ്ഞതാണ്. അർജുൻ അശോകൻ്റെ ആ ഒരു ഇതിൽ ലിമിറ്റഡ് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാം, ഒരുപാട് ക്യാരക്ടേഴ്സ് ഇങ്ങനെ വന്നും പോയി നിൽക്കുന്ന സിനിമയേക്കാളും നമുക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്ത് കാണാൻ പറ്റുക കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമുള്ള ക്ലോസ് സ്പേസസിലുള്ള ഇതുപോലുള്ള മൂവീസ് ആവുന്ന സമയത്ത് നമ്മളിലേക്ക് ഇത് ഇറങ്ങിച്ചെന്ന് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ മതി. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചെറിയൊരു തിയേറ്ററാണ് നാളെ ഞാൻ പോകുന്നത്. മഞ്ചേരിയുള്ള ലാഡർ സിനിമാസാണ്, ചെറിയ തിയേറ്ററാണ്. അതിൽ തന്നെ ഞാൻ ഈ സീറ്റ് സെലക്ട് ചെയ്ത സമയത്ത് ഐ വാസ് ദ ഫസ്റ്റ് വൺ ടു ബുക്ക് ദ ടിക്കറ്റ്. കാരണം ഞാൻ ഇത് നോക്കിയ സമയത്ത് ഫസ്റ്റാണ് എൻ്റെ ഒരു ടിക്കറ്റ് ഷോ ഓപ്പണായി. ഇവിടെ വേറൊരു തിയേറ്ററിൽ ഓപ്പണായി. പക്ഷേ ഐ പ്രിഫർ നോർമലി ഈ ഒരു ലാഡർ സിനിമാസ് ഒരു മോളിലുള്ള നല്ലൊരു തിയേറ്ററാണ്, ചെറിയ തിയേറ്ററാണ്. അപ്പോൾ ഞാനാണ് ഫസ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എല്ലാം വേക്കൻ്റ് ആയിരുന്നു. വേക്കൻ്റ് ആയ സമയത്ത് ഏറ്റവും അറ്റത്ത്, ഏറ്റവും ബാക്കിൽ, ഏറ്റവും അറ്റത്ത് കോർണറിലാണ് നമ്മൾ ഇരിക്കാൻ പോകുന്നത്. സ്പെഷ്യലി ഒരു ഹൊറർ മൂവി കാണുന്ന സമയത്ത് ആ കോർണറിലൊക്കെ ഇരുന്ന് കാണുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള അറിയില്ല. നാളത്തെ ക്രൗഡ് എന്താണെന്നുള്ള അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും മമ്മൂക്കയുടെ ഫാൻസ് ഒരുപാട് ആകാംക്ഷയോടുകൂടി, ഞാൻ ഒരുപാട് ഗ്രൂപ്പുകളിലും കാര്യങ്ങളൊക്കെ കണ്ടു, ഒരുപാട് ആകാംക്ഷയോട് കൂടിയിട്ട് എല്ലാവരും കാത്തിരിക്കുന്നതാണ്. ഞാനും കാത്തിരിക്കുന്നുണ്ട്. ബിക്കോസ് ഇങ്ങനത്തെ ഒരു മമ്മൂക്ക മൂവി ഐ ഡോണ്ട് തിങ്ക് ദിസ് വിൽ ഹാപ്പൻ ഇൻ നിയർ ഫ്യൂച്ചർ. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണാൻ പോകുന്ന ഒരു ഹൊറർ ത്രില്ലർ മൂവി ഒരുപാട് എക്സൈറ്റഡ് ആണ്. അപ്പോൾ നാളെ പടം കണ്ടതിന് ശേഷം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാൻ നമ്മളാരില്ല. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒപ്പീനിയൻ വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അപ്പോൾ ഹാവ് എ ഗുഡ് നൈറ്റ്. എല്ലാവരും ഉറങ്ങുക. ഞാനൊന്ന് ഭയങ്കര സന്തോഷമല്ല, അധികം ഒരു ടെൻഷനും പേടിയും കാര്യങ്ങളും ഇല്ലാത്ത ഉറങ്ങട്ടെ. കാരണം നാളെ എന്താവും സ്ഥിതി എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ്. കാരണം നമ്മൾ അത്ര ലോല ഹൃദയനായതുകൊണ്ടേ.